എനിക്ക് ഏറ്റവും ഇവിടെ വരുമ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് ശരത് സാറുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ സാറിന്റെ അടുത്ത് ഇരിക്കാനുള്ള പേടി. ഞാൻ നിന്നെ പിടിച്ച് കടിക്കുവോ? എന്താന്നറിയാം, സാറെ കാണാനുള്ള സന്തോഷം, അത് രണ്ടുമുണ്ട്. സന്തോഷം, കാണാനുള്ള സന്തോഷം, കൂടെ ഇരിക്കാനുള്ള പേടി. അതൊക്കെ ഇപ്പൊ അങ്ങോട്ട് അവിടെ ചെല്ലുമ്പോ അങ്ങോട്ട് മാറിക്കോളും. ഞങ്ങൾ ലാസ്റ്റ് ശരത് സാറിനെ കണ്ടത് ഞാൻ മാളിയപ്പുറം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. തൊട്ട് പുറകെ തന്നെയായിരുന്നു സാർ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. നീ ആയിരുന്നു ഫ്രണ്ടിൽ, അങ്ങനെ നിനക്ക് ഒരു കുത്ത് വെച്ചു തന്നെ. അപ്പൊ ഞാൻ സാറുടെ പാട്ട് കേട്ട് ഏകദേശം ആ വൈബ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മാളിയപ്പുറത്തിന്. ഞാൻ സാറോട് ഒന്ന് പറഞ്ഞു. എന്നിട്ട് പാടിച്ചോ? എയർപോർട്ടിലൊക്കെ വെച്ച് പാടിച്ചോ? അതെന്തോന്നറിയാം. എന്നാ പിന്നെ ഒരു കർച്ചീഫും കൂടെ വിരിച്ച് രണ്ടുപേര് പാടിക്കാന്നൊക്കെ പറയേണ്ടതാണ്. അങ്ങനെയല്ല, അതായത് സാറുടെ കുറെ നല്ല ഭക്തിഗാനങ്ങളുണ്ട്. എസ്പെഷ്യലി അയ്യപ്പ ഡിവോഷണൽ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതായത് റിതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കമ്പോസിഷൻസ്. അപ്പോൾ മാളിയപ്പുറം ബേസ്ഡ് ഓൺ റിതമാണ്. ശരിക്കും പെർക്കഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്കോറും പാട്ടുകളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറുടെ കുറേ പാട്ടുകളോട് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷം. തൊട്ടടുത്ത താമസിക്കുന്നത്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ആണോ? എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ് മഞ്ജരി. എത്ര പറഞ്ഞത് ഒരു 155 ഒറ്റ പാട്ട് പോലും മഞ്ജരിക്കില്ല. സാർ പാടിച്ചിട്ടില്ലല്ലേ? അല്ല, നീ പോടെ എടുത്തു, ഞാൻ പാടിച്ചിട്ടുണ്ട്. നിന്റെ അവസാനം പാടിച്ചു. അതൊരു ഒന്നൊന്നര പാട്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒന്നൊന്നര പാട്ടിനല്ലേ മഞ്ജരിയെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത്ര ഒന്നൊന്നര ആവുന്നില്ല. അതുകൊണ്ടാണ് സാറ് ചെയ്യുന്ന എല്ലാ പാട്ടും ഒന്നൊന്നര പാട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് സാറിന് ഏത് പാട്ടിലും ഇങ്ങനെ ഒന്നൊന്നര എന്ന് പറഞ്ഞാടാ എനിക്ക് പടം കുറവ്. മഞ്ജരി എന്തായാലും നമ്മൾ കൂടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഇവിടെ വെച്ചത് പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കണ്ട് ഈ പറഞ്ഞ പോലെ ഈ റിയാലിറ്റി ഷോ കാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പാട്ട് നമ്മുടെ മുൻ തലമുറയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സിംഗർ, ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ മഞ്ജരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും അടുപ്പമായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മഞ്ജരിയായിട്ട് വളരെ ക്ലോസ് ആയി. പക്ഷേ നല്ലൊരു പാട്ട് എനിക്ക് മഞ്ജരിക്ക് പറ്റുന്നൊരു സോങ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മഞ്ജരി ഞാൻ വിളിക്കാത്തത്. വെരി നെക്സ്റ്റ്, ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞ മൂവി പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മളവിടെ ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് ആലോചിക്കായിരുന്നു അതിൽ 1-2 അത്തരം സോങ്സ്. പിന്നെ അവർ മഞ്ജരി പാട്ട് അതിലൊരു പാട്ട് എന്തായാലും നമുക്ക് പാടണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വിൽ ജോയിൻ വെരി സൂൺ. പിന്നെ ഈ പറഞ്ഞ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് 2007 തൊട്ട് ഞാൻ കാണുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇപ്പൊ ജോസ് ചേട്ടനൊക്കെ എനിക്ക് പടങ്ങളി വായിക്കാറുണ്ട്, പാച്ചു വായിക്കാറുണ്ട്. അപ്പോൾ രഞ്ജനെ, ജോസ് കുട്ടിയാണ് 100 വർഷമായിട്ട് വായിക്കുന്നത്. പഴയ ജാമ്പാന്റെ കാലത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് തൊട്ട് വായിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് ഭയങ്കരമായിട്ട് സ്കോർ നടക്കുന്ന സമയത്ത് സാർ എനിക്ക് കൊച്ചിൻ സ്ട്രിങ്സിന്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. പടത്തിനെ എൻഹാൻസ് ചെയ്യാനും സ്കോർ എൻഹാൻസ് ചെയ്യാനൊക്കെ ഈ ലൈവ് കൂടുതൽ ഉപയോഗിക്കും. ഞാൻ സാറുടെ പാദം പിന്തുടർന്ന് വരുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഏറ്റവും അധികം സാറുടെ വലിയ ഹിറ്റൊന്നും അല്ലാത്ത സിനിമകൾ, ചിലപ്പോൾ സിനിമയുടെ പേര് പോലും അറിയില്ല, പക്ഷേ സാറുടെ പാട്ട് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സംസാരിക്കുന്ന പാട്ടുകളായി മാറാറുണ്ട്. അതേപോലെ തന്നെ സാർ, ഞാൻ അത് എന്നും എൻ്റെ പടങ്ങളിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. പടത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ പടം എത്രമാത്രം ഹിറ്റാവും, ഇതിലെ ആക്ടേഴ്സ് ആരൊക്കെ എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ നിൽക്കാറില്ല. ഞാൻ പാട്ടുകളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അത് സത്യസന്ധമായിട്ടും ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യു. അത് ശരത് സാറുടെ പാട്ടുകൾ, ഇപ്പോൾ സുധാമന്ത്രം, അപ്പോൾ അതുപോലെയുള്ള പാട്ടുകൾ കേട്ട് വളർന്നൊരാൾ. ഇപ്പോൾ മാണിക്കക്കല്ല ഒരു മണിച്ചേട്ടൻ അഭിനയിച്ചൊരു പാട്ടുണ്ടായിരുന്നില്ല സാർ? അത്തരം പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അധികം സിനിമ ആരും ശ്രദ്ധിക്കുന്നതല്ല, പക്ഷേ പുള്ളിമാൻ. അപ്പോൾ അതിൽ സാറുടെ പാട്ടുകൾ ഭയങ്കര എക്സ്ട്രീമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു പടത്തിലും എല്ലാ പാട്ടുകളും നന്നാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യാറുള്ളത്. ഇപ്പോൾ എനിക്ക് സായാഹ്ന തീരങ്ങളിൽ നിന്ന് പറഞ്ഞൊരു ഒരു പാട്ട് ഞാൻ ചെയ്തത്, എന്നെ കൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എടാ ഇത് ശരത് സാറൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു അപ്രോച്ചാണല്ലോ. എനിക്കത് വലിയൊരു ഓസ്കാർ ആയിരുന്നു എനിക്കത് കേട്ടപ്പോൾ. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്.